ഒരു സിനിമ ഒന്നിൽ കൂടുതൽ തവണ കാണാൻ കഴിയുന്നില്ലെങ്കിൽ അത് ഒന്നെങ്കിൽ ഒരു മോശം സിനിമയായിരിക്കണം, അല്ലെങ്കിൽ തന്മാത്രയായിരിക്കണം. സിനിമാ പ്രേമികൾ ബ്ലെസ്സിയുടെ മാജിക്കായ തന്മാത്രയെ വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. നരൻ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്താണ് മോഹൻലാൽ ബ്ലെസ്സിൽ നിന്നും തന്മാത്ര സ്ക്രിപ്റ്റ് കേൾക്കുന്നത്. സ്ക്രിപ്റ്റ് വായിച്ച ശേഷം അദ്ദേഹം പറഞ്ഞു, ഇതിൽ നിന്ന് ഒരക്ഷരം മാറ്റുകയാണെങ്കിൽ അഭിനയിക്കില്ലെന്ന്. ബ്ലെസ്സി കരഞ്ഞുകൊണ്ട് എഴുതി തീർത്ത സ്ക്രിപ്റ്റാണ് തന്മാത്രയുടേത്. എന്നെ കാണുന്നതിന് മുമ്പ് ചില ബ്ലെസ്സിയുടെ സിനിമയുടെ കഥകളും അത് ചിത്രീകരിക്കുന്ന രീതിയും സംശയം പറഞ്ഞിരുന്നു. പക്ഷേ എനിക്ക് ആ സ്ക്രിപ്റ്റിൽ ഒരു വരി പോലും മാറ്റരുതെന്ന അഭിപ്രായമായിരുന്നു. ഓർത്തു പറയാൻ ഒരുപാട് സിനിമയാണ് തന്മാത്ര. ഇടതൂർന്ന വീണ, പനിനീർദളങ്ങൾ എന്ന പാട്ട് കേൾക്കുമ്പോൾ ഇതിനിപ്പോഴും മനസ്സിൽ ഒരു വിങ്ങലാണെന്ന് മോഹൻലാൽ പറയാറുള്ളത്. ബ്ലെസ്സിയുടെ ആദ്യ സിനിമയിൽ നായിക പത്മപ്രിയയായിരുന്നു. രണ്ടാമത്തെ സിനിമയായ തന്മാത്രയിലെത്തിയപ്പോൾ നായികയായത് മീര വാസുദേവാണ്. ഹീറോയിനു വേണ്ടി ബ്ലെസ്സി നിരവധി ഓഡിഷൻ നടത്തിയിരുന്നു. അവസാനം ചെന്നൈയിൽ വെച്ച് 3, 4 കുട്ടികളെ ഓഡിഷൻ നടത്തി. ഒന്നിലും പക്ഷേ പുള്ളിക്ക് തൃപ്തി വന്നില്ല. അങ്ങനെയാണ് ബ്ലെസ്സി മീരയെ കാണുന്നത്. അന്ന് മീര ചില ബ്രാൻഡുകളോട് മോഡലായ സമയമായിരുന്നു. പിന്നീട് മീര ഫോട്ടോഷൂട്ടിനായി വന്നു. അതിൽ തൃപ്തി തോന്നിയപ്പോഴാണ് തന്മാത്രയെ മീര നായികയാൽ മതിയെന്ന് ബ്ലെസ്സി സിനിമയിലേക്ക് നടിയെ തിരഞ്ഞെടുത്തത്. ലേഖയെ മീരയെ അല്ലാതെ മറ്റാരെയും ഇന്ന് മലയാളികൾക്ക് സങ്കല്പിക്കാനാവില്ല. ചെന്നൈയിൽ പോയപ്പോഴാണ് ഞാൻ ബ്ലെസ്സി സാറിനെ കണ്ടത്. അവരുടെ മാനേജർ വഴിയാണ് എനിക്ക് ഓഡിഷൻ ക്ഷണം കിട്ടിയത്. ആ സമയത്ത് ഞാൻ വളരെ വ്യത്യസ്തമായ ലുക്കിലായിരുന്നു. ബോംബെയിൽ ജനിച്ചു വളർന്ന പെൺകുട്ടിയാണ്. തമിഴ്, അയ്യങ്കാർ, ബ്രാഹ്മണ ഗേൾ. വെസ്റ്റ് ഇന്ത്യൻ ട്രഡീഷണൽ മിക്സായിരുന്നു ഞാൻ. ഗോൾഡൻ ഹെയറും ഷോർട്ട് ടോപ്പും ടൈറ്റ് ജീൻസും എല്ലാം ഇട്ട ലുക്കിലായിരുന്നു. ലേഖ എന്ന കഥാപാത്രം വളരെ സിമ്പിളായ ഹൗസ് വൈഫാണെന്ന് ബ്ലെസ്സി സാർ എന്നോട് കൃത്യമായി ബോധ്യപ്പെടുത്തി തന്നു. ആ കഥാപാത്രത്തെ റെഫറൻസ് പോലും ഞാൻ എടുത്തത് എൻ്റെ അമ്മയിൽ നിന്നാണ്. ആ കഥാപാത്രത്തിന് എല്ലാ ക്വാളിറ്റിയും എൻ്റെ അമ്മയിലുമുണ്ട്. പ്രേക്ഷകർക്ക് ഞാനത് ചെയ്തപ്പോൾ വളരെയധികം ഇഷ്ടപ്പെട്ടു. ആ ലേഖയായിട്ട് തന്നെയാണ് ഇപ്പോഴും പ്രേക്ഷകർ എന്നെ കാണുന്നത്. ആദ്യ മീറ്റിംഗിൽ തന്നെ സിനിമയുടെ കഥയും കഥാപാത്രത്തെക്കുറിച്ചും കൂടാതെ ലാൽ സാറിനുമുള്ള ഒപ്പമുള്ള ഇൻറ്റിമേറ്റ് സീനിനെക്കുറിച്ചും പറഞ്ഞിരുന്നു. നോ പറഞ്ഞാലും കുഴപ്പമില്ല, ഒരുപാട് നടിമാരെ വിളിച്ചിരുന്നു. പക്ഷേ അവർ ആ സിനിമ വേണ്ടെന്ന് വെച്ചത് ഇൻറ്റിമേറ്റ് സീൻ ഉള്ളത് കൊണ്ടാണെന്ന് സാർ പറഞ്ഞു. ആ സീനിൻ്റെ പ്രാധാന്യം സാർ എനിക്ക് വിശദീകരിച്ച് പറഞ്ഞു തന്നിരുന്നു. എല്ലാം കേട്ട ശേഷം ഞാൻ പറഞ്ഞത് ഇത്ര മാത്രമാണ്. ആ സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ പരിമിതമായ ക്രൂ മാത്രമേ സെറ്റിലുണ്ടാകാൻ പാടുള്ളൂവെന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ പ്രൈവറ്റ് പാർട്സ് ഓപ്പണായി കാണുന്ന അവസ്ഥയുണ്ടാകരുതെന്ന് ഞാൻ സാറിനോട് ആവശ്യപ്പെട്ടു. എനിക്ക് തന്ന വാക്ക് അദ്ദേഹം പാലിച്ചു. അതുപോലെ ലാൽ സാർ ഷൂട്ടിങ്ങിന് ശേഷം ഒരുപാട് ക്ഷമ പറഞ്ഞു. ഞാനും അദ്ദേഹത്തെ കംഫർട്ടാക്കാനാണ് നോക്കിയത്. ത്രില്ലറിനാവുന്ന ആളുകൾ മാത്രമേ ആ സീൻ ചെയ്യുമ്പോൾ സെറ്റിലുണ്ടായിരുന്നു. എല്ലാവരും എന്നെ വളരെ കംഫർട്ടബിളാണ് ആ സീൻ ഷൂട്ട് ചെയ്തത്. എനിക്കായിരുന്നു എല്ലാവരും ഏറ്റവും പ്രാധാന്യം നൽകിയതെന്ന് തന്മാത്ര ഷൂട്ടിംഗ് അനുഭവം പങ്കുവച്ച് മീര വാസുദേവ് പറഞ്ഞത്.